ഒരു യുഗപരിവർത്തനത്തിൻ്റെ ധർമ്മകാഹളവുമായാണ് ഗുരുദേവൻ ഈ ലോകമാകുന്ന അരങ്ങിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മാനവരാശിയുടെ എക്കാലത്തെയും നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതായിരുന്നു. ഭേദചിന്ത ഒഴിവാവുകയും സാർവജനീനമായ ധർമ്മബോധവും സദാചാരബോധവും സഹവർത്തിത്വവും സമൂഹത്തിൽ നിറയ്ക്കാനുമുള്ള കർമ്മപരിപാടികളുടെ സൂത്രധാരത്വമാണ് ഗുരുദേവൻ എക്കാലവും കൈയാളിയിരുന്നത്. പക്ഷേ ഒരനുസ്മരണത്തിൽ മീറ്റിങ്ങും മഞ്ഞവസ്ത്രത്തിൻ്റെ ആഘോഷവുമായി മാത്രം തിരക്ക് കൂട്ടുന്ന ഒരു ജനതയ്ക്കിടയിലാണ് ഗുരുദേവൻ്റെ ആദർശങ്ങൾ നിലനിൽക്കുന്നത്. അതിൽ നിന്നിറങ്ങി വന്ന് ഗുരുദേവൻ്റെ ആദർശങ്ങളുടെ ആന്തരാർത്ഥം എന്താണെന്ന് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ജീവിതരംഗത്ത് അത് പ്രായോഗികമായി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഉജ്ജ്വലമായ ഒരു ധർമ്മപൂർണ്ണ വ്യക്തിത്വം രൂപീകരിക്കാൻ കഴിയുമെന്നുള്ള ബോധം ജനങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയായിരിക്കണം ഗുരുദേവ ദർശനങ്ങളെ നാം